ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ വീക്കിൽ കണ്ണൻ സായി അല്ലെങ്കിൽ സായി കൃഷ്ണയായി ഉള്ളിലേക്ക് പോയി ഇപ്പോൾ കണ്ണൻ സായി ആയി മാറിയ സീക്രട്ട് ഏജൻറ്റ് നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്നു. ഒരുപക്ഷെ വൈൽഡ് കാർഡ് കയറിയപ്പോൾ സമ്മർ മീഡിയ അടക്കമുള്ള ചാനലുകളിട്ട ആ ഒരു പോളിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത് 72% ആളുകൾ പറഞ്ഞത് കണ്ണൻ സായി ആകും ഏറ്റവും മികച്ച വൈൽഡ് കാർഡ് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സമ്മർ മീഡിയ പോലുള്ള പ്രമുഖ ചാനലുകൾ ഇടുന്ന പോളിങ്ങിൽ 2% അല്ലെങ്കിൽ 4% സപ്പോർട്ടാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 70%-ഓളം സപ്പോർട്ട് കുറയ്ക്കാൻ കണ്ണൻ സായിക്ക് ഈ ഒരു ബിഗ് ബോസിലെ ഗെയിം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അക്ഷരാർത്ഥത്തിൽ ഇതൊരു റെക്കോർഡാണ്. നാളെ ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ 72% പ്രേക്ഷക പിന്തുണയുമായി ഉള്ളിലേക്ക് പോയതിന് ശേഷം അത് 2%-ലേക്ക് താഴ്ത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതാദ്യമായി ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ണൻ സായി തന്നെയാണ്. ഈ ആഴ്ചയിൽ കണ്ണൻ സായി പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കണ്ണൻ സായിയും നോറയും പുറത്തു പോകാനാണ് ചാൻസ്. ഒരുപക്ഷെ ടിക്കറ്റ് ഫിനാലെ ജയിച്ചിരുന്നെങ്കിൽ കണ്ണൻ സായിക്ക് നേരിട്ട് ഫിനാലയിലേക്ക് പോകാമായിരുന്നു, എവിക്ഷൻ ഫ്രീ ആകുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എനിവേ അതിനും സാധിക്കുന്നില്ല. കണ്ണൻ സായി ഒരു ഗെയിമിലും മുന്നിലെത്തിയിട്ടില്ല. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, കണ്ണൻ സായിക്ക് ഒരുപക്ഷെ ഈ ആഴ്ച പുറത്ത് പോയില്ലെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു താക്കീത് അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൊടുത്തേക്കാം ഒരുപക്ഷെ. അത് മറ്റൊന്നുമല്ല, ഈ സീസണിൽ പ്രേക്ഷകരെയും മോഹൻലാലിനെയും എന്തിനേറെ പറയുന്നു ബിഗ് ബോസ് ടീമിനെ ഒന്നടങ്കം കബളിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് കണ്ണൻ സായി. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജാഫർ ഖാൻ്റെ ഒരു കോള് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. കണ്ണൻ സായിയുമായുള്ളൊരു ഡീലിങ്ങും അകത്ത് പോയതിന് ശേഷം ജാസ്മിനുമായി കാര്യങ്ങൾ പറയണമെന്ന് ഒരു ഡീലിംഗ് ജാഫർ ഖാനും സായിയുമായി ഉണ്ടായിരുന്നു. ആ ഒരു ടെലിഫോൺ കോളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൻ സായിയുടെ ഒരു ബോസായാണ് അവിടെ ജാഫർ ഖാനെ നമുക്ക് ഫീൽ ചെയ്ത്. ഞാൻ എല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം ഉപ്പ എന്ന് ഒരു ആജ്ഞാനുവർത്തിയായി നിൽക്കുന്ന കണ്ണൻ സായിയാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു കണ്ണൻ സായി ഹൗസിൽ പോയതിനു ശേഷം അദ്ദേഹം ജാസ്മിനോട് കാര്യങ്ങളെല്ലാം വിശദമായി ചെന്ന അന്നേ ദിവസം തന്നെ പറയുന്നു. അതിനുശേഷം ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് വാണിംഗ് ലഭിക്കുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കണ്ണൻ സായി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അവിടെയാണ് കണ്ണൻ സായിയുടെ ഒരു മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നത്. നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നുണ്ട്, കണ്ണൻ സായിയെ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാകാം പുറത്തെ കാര്യങ്ങൾ ഉള്ളിൽ ഒന്ന് ജാസ്മിനോട് പറഞ്ഞത് ഒരു സ്ട്രാറ്റജി ആയിരുന്നു അല്ലെങ്കിൽ അതൊരു തന്ത്രമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കണ്ണൻ സായി പറയുന്ന ഒരു മറുപടി, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഗെയിം എന്നാണ് പറഞ്ഞത്. ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. ജാസ്മിനെ തളർത്തിയതിന് ശേഷം തളർത്തി പുറത്താക്കാനുള്ളൊരു ശ്രമമാണ് കണ്ണൻ സായി നടത്തിയെന്നാണ് കണ്ണൻ സായി അവിടെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. അന്ന് ആ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ ധാരാളം ചിരിച്ച്. അതായത് ആ സിറ്റുവേഷനിൽ ലാലേട്ടൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് കണ്ണൻ സായി അതിന് ആ ഒരു മറുപടി പറഞ്ഞത്, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഗെയിം എന്ന്. കണ്ണൻ സായി ചിന്തിച്ചു പോലുമില്ല അങ്ങനെ ഒരു മറുപടി. ലാലേട്ടൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് അതെൻ്റെ ഒരു ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് കണ്ണൻ സായിയുടെ മാനിപ്പുലേഷൻ നടന്നത്. പ്രേക്ഷകരെ ഒന്നടങ്കം അല്ലെങ്കിൽ ലാലേട്ടനെ അടക്കം ബിഗ് ബോസിനെ ഒന്നടങ്കം കണ്ണൻ സായി കബളിപ്പിക്കുകയാണ് ചെയ്തത്. താൻ പുറത്ത് തൻ്റെ ബോസായ ജാഫർക്കയുമായി ഒരു ഡീലിംഗ് നടത്തിയെന്നുള്ള കാര്യം മറച്ചു വെക്കുകയും ഇത് ഗെയിമിൻ്റെ ഭാഗമായാണ് താൻ ജാസ്മിനെ തളർത്താൻ ശ്രമിച്ചത് എന്നുള്ള വലിയ കള്ളം പറഞ്ഞു. ഇത്രയും അധികം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കണ്ണൻ സായിക്ക് തീർച്ചയായും ഈ അവസരത്തിൽ ശിക്ഷ നൽകേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു സീക്രട്ട് പൊളിഞ്ഞിരിക്കുന്നു. കണ്ണൻ സായിയെ ജാഫർക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോയി ഉപദേശിച്ചത് എന്ന് പറയുന്നത് ഭീമമായ തെറ്റാണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ കണ്ണൻ സായിയെ പറഞ്ഞയക്കാൻ ബിഗ് ബോസിനാവും. ഈ വിഷയത്തിൽ ജാഫർക്കെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഏതൊരു വാപ്പയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്തത്. എന്നാൽ കണ്ണൻ സായി ഇവിടെ ഒരു രീതിയിലും ഇളവർഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു വിഷയം വൈഡ്ലി എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ലാലേട്ടൻ പറയണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാലും ഇല്ലെങ്കിലും കണ്ണൻ സായി ഒരുപക്ഷെ ഈ ആഴ്ച മടങ്ങിയേക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച മടങ്ങിയേക്കാം. തീർത്തും ദൗർഭാഗ്യകരമാണ്. ഫൈനൽ 5-ൽ പോലും എത്താൻ കണ്ണൻ സായിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഞാൻ പല കാര്യങ്ങളും ഇതുമായിട്ട് അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ, സീക്രട്ട് ഏജൻറ്റായി നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വിന്നർ പോലും ആകാമായിരുന്നു. എന്നാൽ കണ്ണൻ സായി ചിന്തിച്ചത് മലയാളം ബിഗ് ബോസിൻ്റെ ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ടിന് വേണ്ടി ഒരു ഇമോഷണൽ ഡ്രാമയിലൂടെ കടന്നുപോയി ഒരു ജനപ്രീതി നേടിയെടുക്കാൻ കണ്ണൻ സായി ആയി മാറുക എന്നുള്ള തീരുമാനമായിരുന്നു. എന്നാൽ ആ സ്ട്രാറ്റജി വിജയിച്ചില്ല. അത് മാത്രമല്ല തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്.
കഴിഞ്ഞ ദിവസം കണ്ണൻ സായി പറഞ്ഞത് ജിൻഡോയ്ക്ക് തന്നെ പേടിയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് 2% സപ്പോർട്ട് മാത്രം നേടിയെടുക്കുന്ന കണ്ണൻ സായി ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് 65-70% സപ്പോർട്ട് കിട്ടുന്ന ജിൻഡോയ്ക്ക് തന്നെ പേടിയെന്നാണ്. സോ കണ്ണൻ സായിയുടെ കാൽക്കുലേഷനുകളെല്ലാം പിഴച്ചു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ വളരെ ദൗർഭാഗ്യകരമാണ്. എനിവേ മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ റെഡ് കാർഡ് കിട്ടി അല്ലെങ്കിൽ എവിക്ഷനിലൂടെ ഈ ആഴ്ച അല്ലെങ്കിൽ അങ്ങേയറ്റം അടുത്ത ആഴ്ച കണ്ണൻ സായി പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയൊരു തിരിച്ചടിയാണ് ബിഗ് ബോസിലൂടെ കണ്ണൻ സായിക്ക് ഉണ്ടാവുന്നത്. അതായത് സീക്രട്ട് ഏജൻ്റായി ഇനി അദ്ദേഹത്തിന് മടങ്ങി വരാൻ പ്രയാസമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വൈഫ് സ്നേഹയ്ക്ക് അത്തരം വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോകാം. അദ്ദേഹം സീക്രട്ട് ഏജൻ്റ് ആവില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. എന്നാൽ കണ്ണൻ സായി ആയി മാറിയ സായിക്ക് പ്രത്യേകിച്ച് ബിഗ് ബോസ് കൊണ്ട് വലിയ നേട്ടങ്ങളോ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ കണ്ണൻ സായി ആയി മാറിക്കഴിഞ്ഞാൽ വലിയൊരു ഓഡിയൻസ് സപ്പോർട്ട് കിട്ടി. ഒരുപക്ഷെ മുൻകാല കണ്ടസ്റ്റൻറ്റുകളെ പോലെ ഇനാഗ്രേഷനും അത്തരം ഒരു ബിസി ലൈഫിലേക്ക് അദ്ദേഹം മാറിയേക്കാമെന്നുള്ള തെറ്റിദ്ധാരണ ആയിരിക്കാം കണ്ണൻ സായി ആയി മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എനിവേ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കണ്ണൻ സായി കടന്നു പോകുന്നത്. എനിവേ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.